ഹായ് ഫ്രണ്ട്സ്, ഡബിൾ PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ 24ാമത്തെ ദിവസമാണ്. അപ്പോൾ 24ാമത്തെ ദിവസം പഠിക്കാൻ വന്നിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെല്ലാവർക്കും അറിയാം. ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇന്ന് പഠിക്കാൻ വന്നിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് വരുന്ന SCERT ചാപ്റ്ററും ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ എല്ലാവരും പഠിക്കുക. ഇതിൻ്റെ എക്സാം നമ്മൾ നാളെയായിരിക്കും കണ്ടക്ട് ചെയ്യുക. നമ്മൾ മുമ്പൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇന്നലെ നമ്മൾ പഠിക്കാൻ വന്നിട്ടുള്ള മാത്സും കറണ്ട് അഫെയർസിൻ്റെ എക്സാം നമ്മൾ ടെലിഗ്രാം ചാനലിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഞാൻ ഈ കാണുന്ന നോട്ട് എന്ന് പറയുന്നത് കഴിഞ്ഞ LDCക്ക് വേണ്ടിയിട്ട് നമ്മളൊരു കോച്ചിങ് സെൻറ്ററിൽ ഓൺലൈനായിട്ട് ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തന്നിട്ടുള്ള നോട്ട്സുകളാണ് ഇത്. അപ്പോൾ ഞാൻ ആറ്റവും ആറ്റഘടനയും എന്ന് പറയുന്നത് ഞാൻ ആ നോട്ട്സ് വെച്ചിട്ടാണ് പഠിക്കുന്നത്. അതേപോലെ തന്നെ ആ നോട്ട്സിൻ്റെ കൂടെ ഞാൻ SCERT നമ്മളെ 4 ചാപ്റ്ററും കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ട് എഴുതിയിട്ടുണ്ട്. അതേപോലെ SCERT 4 ചാപ്റ്ററിൻ്റെ നമ്മൾ റാങ്ക് ഫയലുണ്ട്, ബെസ്റ്റ് പബ്ലിക്കേഷൻ്റെ, അതും നമ്മളൊരു തവണ വായിക്കും. അപ്പോൾ എല്ലാ പോയിൻറ്റ്സും ഈ 4 ചാപ്റ്ററിൻ്റെ പോയിൻറ്റ്സും അതേപോലെ തന്നെ അവരുടെ നോട്ട്സ് എല്ലാം കൂടി വെച്ചിട്ടാണ് ഞാൻ ഈ ആറ്റവും ആറ്റഘടനയും എന്ന് പറയുന്നത് പഠിക്കുന്നത്. ഡെയിലി നമ്മൾക്ക് രാവിലെ പഠിക്കണം സമയം കിട്ടാറില്ല. ഉച്ചയ്ക്ക് ശേഷമാണ് അധികം സമയം കിട്ടാറ്. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് നമ്മൾ വീഡിയോ എടുത്ത് വെച്ചാലും നമുക്കത് പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റാറില്ല. എന്നുവെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ വോയിസ് കൊടുക്കുന്ന സമയത്ത് നമ്മളെ കുട്ടികളുണ്ടാവും. അതുകൊണ്ടാണ് മിക്കപ്പോഴും ഞാൻ ഷോർട്സ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേര് സ്റ്റഡി ലോഗ് ചെയ്യൂ ഡെയിലി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡെയിലി ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതേപോലെ നമ്മുടെ ഈ 10th ലെവൽ പ്രിലിംസിന് മലയാളവും ഇംഗ്ലീഷും ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ മലയാളവും ഇംഗ്ലീഷും ഉൾപ്പെടുത്താത്തത് കേട്ടോ. ഈ ഒരു 50 ദിവസത്തെ സ്റ്റഡി പ്ലാൻ നമ്മൾ വിജയകരമായി പൂർത്തിയാക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ റിവിഷൻ കണ്ടക്ട് ചെയ്യുമല്ലോ. ആ സമയത്ത് നമ്മൾ മലയാളവും ഇംഗ്ലീഷും നമ്മൾ ഉൾപ്പെടുത്തും. എങ്കിലേ നമുക്ക് മെയിനിൽ നല്ല മാർക്കോടുകൂടി സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ, മലയാളവും ഇംഗ്ലീഷും. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഉൾപ്പെടുത്താത്തത്. അതായത് ആദ്യം പഠിക്കുന്നവരുണ്ടാവും, പിന്നെ ഒരു തവണ പഠിച്ചിട്ടുണ്ടാവാം, പക്ഷേ മുഴുവനായിട്ട് പഠിച്ച് തീർന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അവർക്കൊക്കെ നോട്ട്സ് എഴുതാനും അതേപോലെ നല്ല രീതിയിൽ പഠിക്കാനും വേണ്ടിയിട്ടാണ് പ്രിലിംസിൻ്റെ സിലബസ് മാത്രം വെച്ചിട്ട് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞാൽ നമുക്ക് സമയം കിട്ടുമല്ലോ. അതിൽ നമ്മൾ മലയാളവും ഇംഗ്ലീഷും നമ്മൾ ഡെയിലി ഒരു ദിവസം കുറച്ച് ഉൾപ്പെടുത്തുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് പഠിക്കും. പിന്നെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനലിൽ തീർച്ചയായും ജോയിൻ ചെയ്യണം. നമ്മൾ പഠനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ടെലിഗ്രാം ചാനലിലാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം. താങ്ക് യു ഫ്രണ്ട്സ്.